അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ബഷീർ സലഫിയുടെ വ്യതിയാനങ്ങളും കളവുകളും എന്ന പരമ്പരയിലെ രണ്ടാമത്തെ മറുപടിയും വിശദീകരണവുമാണ് ഇന്ന് സംസാരിക്കുന്നത്. ബഷീർ സലഫി എന്നെക്കുറിച്ച് ആരോപിച്ചിട്ടുള്ള വളരെ ഗുരുതരം എന്ന് പറയുന്ന അദ്ദേഹം കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു ആരോപണത്തിന് മറുപടിയാണ്. ആ ആരോപണം ഉന്നയിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പുറത്തിറക്കിയിട്ടുള്ള ക്ലിപ്പിന്റെ തലക്കെട്ട് എന്താണ് എന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. സൂറത്ത് മുംതഹന 8-9 ആയത്തിലെ ആശയം വിശുദ്ധ ഖുർആനിലെ 10ഓളം ആയത്തുകൾക്ക് വിരുദ്ധമാണ് എന്നുള്ള അബദ്ധജടിലമായ നിഷേധ നിലപാടിലൂടെ സംഭവിക്കുന്ന ഗുരുതരമായ അപകടങ്ങൾ. ഇതാണ് അദ്ദേഹത്തിന്റെ തലക്കെട്ട്. അപ്പോ ഈ പറഞ്ഞതനുസരിച്ച് ഇയാൾ എന്നെക്കുറിച്ച് ആരോപിക്കുന്നത് സൂറത്തുൽ മുംതഹന 8-9 ആയത്തുകളിലെ പരാമർശങ്ങൾ ഖുർആനിലെ മറ്റ് 10 ആയത്തുകൾക്കെതിരാണ് എന്ന് ഞാൻ വാദിക്കുന്നു എന്നാണ്. ഇത് വളരെ ഗൌരവമേറിയ അപകടമാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് പറ്റിയ അബദ്ധമെന്താണോ, എന്ത് സംഭവിച്ചു എന്നാണോ ഞാൻ പറഞ്ഞത്, അത് നേരെ മറ്റൊരു കോലത്തിൽ മറിച്ച് എന്റെ തലയിലേക്ക് ഇടുക എന്ന വളരെ വൃത്തികെട്ട ഒരു സമീപനമാണ് ബഷീർ സലഫി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നല്ല, എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെ. ഞാൻ പറഞ്ഞിട്ടുള്ള വിഷയം ബഷീർ സലഫിക്ക് സംഭവിച്ച പിഴവ് സൂറത്തുൽ മുംതഹനയിലെ 8-9 ആയത്തുകൾ മാത്രം ഓതിക്കൊണ്ട് പിന്നെ അത് മാത്രം ഓതിയാൽ മതി, മറ്റുള്ളവയൊന്നും ഓതേണ്ടതില്ല, എന്നാൽ ഒരു പ്രശ്നവും അവിടെ ഉണ്ടാവുകയില്ല എന്നൊക്കെ അദ്ദേഹം പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രം ഓതിക്കൊണ്ട് മറ്റ് വലാവുമായി ബന്ധപ്പെട്ട ആയത്തുകളൊന്നും പരാമർശിക്കാതെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയായി നടത്തിയിട്ടുള്ളത് ആ ആയത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നല്ല. ഇത് കഴിഞ്ഞ വീഴ്ച ഞാൻ പറഞ്ഞു. ഹർബിയായ കാഫിർ മുശ്രിക്കുകളോട് മാത്രമാണ് വലാ പാടില്ലാത്തത്. അങ്ങനെയാണ് ഖുർആൻ വിലക്കിയിട്ടുള്ളത്, അള്ളാഹു വിലക്കിയിട്ടുള്ളത്, ദീനുൽ ഇസ്ലാം വിലക്കിയിട്ടുള്ളത്. പാടില്ല എന്ന് പറഞ്ഞത് ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലെ വാചകങ്ങൾ. അപ്പോ ആ ആയത്തിൽ അങ്ങനെയുണ്ട് എന്ന് പറയുന്നതിനപ്പുറത്ത് ഇസ്ലാമിന്റെ, ദീനിന്റെ, അള്ളാഹുവിന്റെ, ഖുർആനിന്റെ വിലക്ക് എന്ന് പറയുന്നത് ഹർബിയായ കാഫിറോട് മാത്രമാണ് വലാ പുലർത്താൻ പാടില്ലാത്തത്. ഇത് ഖുർആനിലെ 10-15 ആയത്തുകൾക്കെതിരാണ് എന്ന് ഞാൻ പറഞ്ഞത്, ഞാൻ പറയാത്ത ഒരു കാര്യം എടുത്തു ഉണ്ടാക്കി കെട്ടിച്ചമച്ച് ഞാൻ ഖുർആൻ നിഷേധത്തിലേക്ക് പോയിരിക്കുന്നു എന്ന് പറയുന്ന പെരും കളവാണ് ബഷീർ സലഫി നടത്തിയിട്ടുള്ളത്. അത് കഴിഞ്ഞ എന്റെ 1ാം ഭാഗം മറുപടിയിൽ നിന്ന് അക്കാര്യം നിങ്ങൾക്ക് വ്യക്തമാകും. അതായത് മുശ്രിക്കുകളോട് ശത്രുത എന്നത് മാത്രമേ ഉള്ളൂ, അങ്ങോട്ടൊന്നും ചെയ്തു കൊടുക്കേണ്ടതില്ല, പ്രത്യുപകാരമല്ലാത്ത ഒന്നുമില്ല എന്നൊക്കെയുള്ള അതിതീവ്രമായ വാദമാണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞതിന് എന്റെ 1ാമത്തെ, അതായത് ബഷീർ സലഫിയുടെ കവിതയുടെ ന്യായീകരണത്തിന് അതിന് ഞാൻ നൽകിയിട്ടുള്ള വിശദീകരണത്തിൽ തന്നെ പറഞ്ഞ വാക്കുകൾ കൊടുത്തുകൊണ്ടാണ് കഴിഞ്ഞ 1ാം ഭാഗം പുറത്തിറക്കിയിട്ടുള്ളത്. അപ്പോൾ 8ാം ആയത്തെ നിഷേധിച്ചു എന്ന് പറയുന്ന ആരോപണങ്ങൾക്ക് മറുപടി അതിൽ തന്നെ ഉണ്ട്. ഇവിടെ പറയുന്ന അതേ കാര്യം 8-9 ആയത്തുകൾ മാത്രം എടുത്തുകൊണ്ട് ആ ആയത്തുകൾ പറഞ്ഞ കാര്യങ്ങൾ ഖുർആന്റെ മറ്റ് ആയത്തുകൾക്ക് എതിരാണെന്ന് ഞാൻ പറയുന്നു. എന്നിട്ട് അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ഏത് മുശ്രിക്കിനെയും ആദരിക്കാമെന്ന് ഈ ആയത്തിൽ നിന്ന് കിട്ടും. ആയത്തിൽ നിന്ന് എങ്ങനെ കിട്ടും? അതിന് അവതരണ പശ്ചാത്തലമായി ഹദീസുണ്ട്. ആ ഹദീസിൽ അസ്മാ റളിയല്ലാഹു അൻഹയുടെ ഉമ്മയായ മുശ്രിക്കത്തായ ഉമ്മയെ ആദരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചതായി ഹദീസിലുണ്ട്. അപ്പൊ അത് വലിയ ഒരു തെളിവാണ്. എമ്പാടും പ്രശ്നങ്ങൾക്കതിൽ പരിഹാരമുണ്ട്. മുശ്രിക്കുകളുമായി കൊടുക്കലും വാങ്ങലും പങ്കിടലും സ്വീകരിക്കലും അതും ഇതും എല്ലാം വളരെ വ്യക്തമായി തെളിവാകുന്ന ഒരു കാര്യം ഇതിലുണ്ട് എന്നാണ് അദ്ദേഹം സമർത്ഥിച്ചു കൊണ്ടുവന്നത്. ഇതൊക്കെ പറഞ്ഞ് ന്യായീകരിച്ച് അദ്ദേഹം വളരെ പ്രാമാണികമായിട്ടാണ് തെളിവുകൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വകയായി ഒന്നുമില്ല എന്ന് പറഞ്ഞ് എനിക്കെതിരെ വളരെ വലിയ ആരോപണം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് അത് ഞാൻ വായിക്കാം. ഇനി അദ്ദേഹത്തിന്റെ ക്ലിപ്പിൽ നിന്ന് നേരെ തന്നെ നിങ്ങൾക്കത് കേൾക്കാനും സാധിക്കും. വേണമെങ്കിൽ ഞാൻ സമയം ചുരുക്കാൻ വേണ്ടിയിട്ട് ആ വാചകം ഞാൻ വായിക്കാം. അദ്ദേഹം ഹദീസ് എന്ന് പറയുന്ന കാര്യം വായിച്ച് പിന്നെ പറയുന്ന വാചകം ഈ ആയത്തിലെ, അതായത് മുംതഹന 8ാം നമ്പർ ആയത്തിലെ ആശയം 10ഓളം ആയത്തുകൾക്കെതിരാണ് എന്ന് പറയുന്നത് എത്രമാത്രം ഗൌരവപ്പെട്ട ഒരു കാര്യമാണെന്ന് ആലോചിച്ചു നോക്കൂ. ഇതിനാണ് യഥാർത്ഥത്തിൽ ഖുർആൻ നിഷേധം എന്ന് പറയുക. ഉലമാക്കളും മുഫസ്സിരീങ്ങളും ആരും പറയാത്ത ഒരു വ്യാഖ്യാനം നൽകിയിട്ട് ഒരു ആയത്തിനെയും അതിന്റെ പശ്ചാത്തലങ്ങളെയും ചരിത്രത്തെയും ഹദീസുകളെയും ഒക്കെ ഒരുമിച്ച് നിഷേധിക്കുന്ന
പ്രദർശിപ്പിക്കുന്ന ഒരു പ്രവണത ഒരാൾക്കുണ്ടായാൽ അത് ഗൗരവമേറിയ ഒരു വിഷയമാണ്. എന്നോടുള്ള ദേഷ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് കിട്ടുന്നത് നരകം വിലക്ക് വാങ്ങലായിരിക്കും. ഞാൻ പറഞ്ഞതൊക്കെ വ്യക്തമായ ഖുർആനിന്റെയും ഹദീസിന്റെയും തഫ്സീറിന്റെയും ഉലമാക്കളുടെ അഖ്വാലുകളുടെയും അടിസ്ഥാനത്തിലാണ്. എന്റെ വകയായി ഒരക്ഷരം പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ആ നിലക്കുള്ള ഒരാളല്ല ഞാൻ. എനിക്ക് കളവ് പറഞ്ഞിട്ടൊന്നും നേടേണ്ടതില്ല, ദുർവ്യാഖ്യാനിച്ചിട്ട് ഒന്നും നേടാനില്ല. ഈ ഗുരുതരമായ തെറ്റ് നെതിവി തിരുത്തി മാപ്പ് പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ വന്നിട്ടില്ലെങ്കിൽ ദുനിയാവും ആഖിറവും പോയി പോകുന്ന കേസാണിത്. നെതിവിയെ പിന്തുണക്കുന്നവരും നല്ലവണ്ണം ആലോചിച്ചോ. ഇതാണ് അദ്ദേഹത്തിന്റെ വാചകം. അപ്പോ എന്നെ ഖുർആന് ശരിയാക്കി, എന്നെ നരകത്തിലാക്കി, എന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. ഇനി എന്നെ പിന്തുണക്കുന്നവർ, ഇന്നാരും പിന്തുണക്കേണ്ടതില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഖുർആനും ഹദീസിലുണ്ടോ നോക്കി സ്വീകരിച്ചാൽ മതി. അപ്പോ അങ്ങനെയുള്ള ആളുകളും നല്ലവണ്ണം ആലോചിക്കണമെന്ന വളരെ വലിയൊരു നസീഹത്തും താക്കീതും മുന്നറിയിപ്പും ഒക്കെയാണ് അദ്ദേഹത്തിന്റെ ഈ വാചകത്തിലുള്ളത്. ഈ പറഞ്ഞ വാചകങ്ങൾക്ക് ഒറ്റ വാക്കിൽ മറുപടി പറയാനുള്ളത്, ഈ പറഞ്ഞത് കളവല്ലാത്ത ഒന്നും ബഷീർ സൽഫി പറയുന്നില്ല, ദുർവ്യാഖ്യാനങ്ങളല്ലാത്ത ഒന്നും അദ്ദേഹത്തിന് സംസാരത്തിലില്ല. ഖുർആനിന്റെയോ ഹദീസിന്റെയോ ചരിത്രത്തിന്റെയോ ഉലമാക്കളുടെ അഖ്വാലുടെയോ ഒരു പിന്തുണയും അദ്ദേഹത്തിന്റെ വാദങ്ങൾക്ക് ഒന്നും തന്നെയില്ല. അത്ര പേര് പറയാനുള്ളത്. അത് എന്തുകൊണ്ട് ഞാൻ പറയുന്നു എന്നുള്ളത് ഇനി വിശദീകരിക്കുന്ന അല്പം നീണ്ടാലും ഇനി വിശദീകരിക്കുന്ന പഠിക്കുന്ന ആളുകൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി തെളിവുകളോടുകൂടിയാണ് സംസാരിക്കുന്നത്. എന്റെ വകയായിട്ട് ഒരു തെളിവല്ല. അപ്പൊ അത് ബാക്കി വരുന്ന കാര്യം വിശദീകരണത്തിൽ നിന്ന് ഇത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനിക്കില്ലാത്തൊരു വാദം എന്റെ മേൽ ആരോപിക്കുക, എന്നിട്ട് മറുപടി പറയുക. അദ്ദേഹത്തിന്റെ പിഴവെന്താണോ അത് ഇല്ലെന്ന് പറയുക. അതിനെ പറ്റിയ ചോദ്യം ചോദിക്കാൻ പറ്റിയ ചില ആളുകളും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ചോദ്യങ്ങൾ ചോദിച്ചു കൊടുക്കുക, അദ്ദേഹത്തെ കൊണ്ട് മറുപടി പറയിപ്പിക്കുക. ഇനി അദ്ദേഹത്തിന് കൊടുക്കുന്ന ചോദ്യമാണെന്നറിയില്ല, ഏതായിരുന്നാലും. എന്നിട്ട് അതിന് രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈക്ക് അടിക്കുക. ചോദ്യം ചോദിച്ച ആളും അത് മറുപടി പറഞ്ഞ ആളെ ലൈക്ക് അടിക്കുക, മറുപടി പറഞ്ഞ ആൾക്ക് പിന്നെ തിരിച്ചു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈക്കും സബ്സ്ക്രൈബുമായി പോകുന്ന ഒരു ടീമിനെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഈ പറഞ്ഞതിലുള്ള ആകപ്പാടെ അദ്ദേഹം സമർപ്പിച്ചു കൊണ്ടുവന്ന തെളിവ് എന്ന് പറയുന്നത് സൂറത്തുൽ മുംതഹന 8-ാമത്തെ ആയത്തിൽ, അതായത് മുസ്ലിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയോ യുദ്ധം ചെയ്യുകയോ ചെയ്യാത്ത ആളുകളോട് ബിർറ് ചെയ്യുന്നതിനും പുണ്യം ചെയ്യുന്നതിനും നീതി പുലർത്തുന്നതിനെയും അള്ളാഹു വിലക്കുന്നില്ല, നീതി പുലർത്തുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന ആയത്തിന്റെ അവതരണ പശ്ചാത്തലം മുശ്രിക്കായ ഖുതൈല എന്ന് പറയുന്ന സ്ത്രീയെ ആദരിക്കാൻ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിട്ടുണ്ട്. അത് ഇമാം ബഗവി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഉദ്ധരിച്ചിരിക്കുന്നു എന്നതാണ് ആകപ്പാടെ അദ്ദേഹം കെട്ടിച്ചമച്ച് ദുർവ്യാഖ്യാനിച്ചു കൊണ്ടുവന്നിട്ടുള്ള തെളിവ്. ഇനി ഈ ആയത്തും ആയത്തിന്റെ അവതരണ പശ്ചാത്തലങ്ങളെക്കുറിച്ചും ഹദീസ് ഗ്രന്ഥങ്ങളും ഖുർആൻ വ്യാഖ്യാതാക്കളും പണ്ഡിതന്മാരും എന്തു പറയുന്നു എന്ന അവലോകനമാണ് ഇനി താഴെ കൊടുക്കാൻ പോകുന്നത്. ഖുർആൻ വ്യാഖ്യാതാക്കളിൽ വളരെ ആധികാരികമായി അറിയപ്പെടുന്ന പൗരാണിക ഖുർആൻ വ്യാഖ്യാതാവാണ് ഇമാം ഖുർത്തുബി. അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലങ്ങളെ സംബന്ധിച്ച് ഇതിൽ 3 കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത്, ഈ ആയത്ത് അവതരിച്ചതിനെക്കുറിച്ച് എന്തൊക്കെ അഭിപ്രായങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊന്നും തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്, ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇവിടെ ബഷീർ സൽഫി പറയുന്നതും അദ്ദേഹം കൽബിൽ കയറ്റിവെച്ചിട്ടുള്ള കൽബകമേറിയ നമ്മുടെ ഷമീം സാഹിബ് പറയുന്നതും ഇങ്ങനെ ഒരു ഹദീസുണ്ട്, അതിൽ ഉള്ള അവതരണ പശ്ചാത്തലമായി ഒരേ ഒരു കാരണമാണ് അവർ പറയുന്നത്. ഇത് ഈ പറയുന്ന അസ്മാ റളിയല്ലാഹു അൻഹയുടെ ഉമ്മ ഖുതൈല എന്ന മുശ്രിക്കത്തായ സ്ത്രീ വന്നപ്പോൾ വീട്ടിൽ കയറ്റാൻ ഉദ്ദേശിച്ചില്ല, ഹദിയയുമായി ഗിഫ്റ്റുമായിട്ടാണ് വന്നത്, ഗിഫ്റ്റ് വാങ്ങാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അസ്മാ റളിയല്ലാഹു അൻഹ ചോദിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുവാദം ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് അനുവാദം നൽകുകയും അങ്ങനെ ഈ 8-ാമത്തെ ആയത്ത് ഇറങ്ങുകയും, അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ നീ വീട്ടിൽ കയറ്റുക, ഉമ്മയെ ഹദിയകൾ സ്വീകരിക്കുക, പിന്നെ വതുക്രിംഹ ഉമ്മയെ ആദരിച്ചോ, ഇഹ്സാൻ ചെയ്തോ എന്ന് കൽപ്പിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറയുന്നത് ആദരിക്കാൻ ഇവിടെ കൽപ്പനയുണ്ട് എന്നാണ്. അങ്ങനെ വാക്കുണ്ടെന്നല്ല, കൽപ്പനയാണ്. നമ്മുടെ കൽബകമേറിയ ഷമീംക പറയുന്നുണ്ട്, ഇത് വാക്കല്ല, നബിയുടെ കൽപ്പനയാണ്. അപ്പൊ കൽപ്പന ആകുമ്പോ പിന്നെ ജായിസാണ്, അനുവദനീയമാണ്, ആയാ കുഴപ്പമില്ല, വലായിനെതിരാണ് എന്നൊന്നും നല്ലല്ലോ പറയേണ്ടി വരും. കൽപ്പന ആണെങ്കിൽ പിന്നെ അത് ഒന്നുകിൽ പ്രബലമായ സുന്നത്താകണം, അല്ലെങ്കിൽ നിർബന്ധകാരിയാകണം. പിന്നെ അപ്പുറത്തൊരു വിലക്ക് വന്നിട്ട് പിന്നെ ഒരു അമ്ര പറയുകയാണെങ്കിൽ അത് ജായിസിന് പോകും. പക്ഷെ ഇവിടെ വിലക്കുന്നില്ല എന്നാ പറയുന്നത്. വിലക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ അവതരണ പശ്ചാത്തലത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നിർബന്ധകാരിയാണ്. അപ്പം മുശ്രിക്കായ ആളുകളെ ആദരിക്കൽ നിർബന്ധമാണ് എന്നാണ് വരിക. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഷമീംക പറഞ്ഞത് ഇത് നബിയുടെ വാക്കല്ല, നബിയുടെ കൽപ്പനയാണ്. അപ്പൊ ആ കൽപ്പന പ്രകാരം
ഇതൊരു നിർബന്ധ കാര്യമായി വരും. പക്ഷെ ആ നിലക്കൊരു വാദം ഇവർ പറയുന്നതായി കാണുന്നില്ല. മറിച്ച് ജായിസാണ്, കുഴപ്പമില്ല, വലായിൽ പെടുകയില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോ ഇനി ഖുർത്തുബിന്റെ തഫ്സീറിൽ 18/59 അദ്ദേഹം ചില കാരണങ്ങൾ പറയാം. ഞാൻ അറബി അത്യാവശ്യമുള്ളത് മാത്രമേ വായിക്കുള്ളൂ, കാരണം സമയം നോക്കും. ഈ ആയത്ത് മൊത്തത്തിൽ മുസ്ലിങ്ങളോട് ശത്രുത കാണിക്കാത്ത, യുദ്ധം ചെയ്യാത്ത ആളുകളോട് ബന്ധം പുലർത്തുന്നതിൽ ഇളവ് നൽകുന്ന ആയത്താണ്. എന്നിട്ട് തൊട്ട് താഴെ വായിക്കാം. അത് കഴിഞ്ഞിട്ട് പറയുന്നത് ഇബ്നു സെയ്ദ് പറഞ്ഞിട്ടുണ്ട്, ഈ ആയത്ത് അടങ്ങിയിട്ടുള്ള റുഖ്സ എന്ന് പറയുന്നത് അവരുമായി, അതായത് മുശ്രിക്കുകളുമായി സന്ധിയിൽ ഉണ്ടായിരുന്ന ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ, യുദ്ധമൊന്നും നടക്കാത്ത കാലഘട്ടത്തിലുള്ള ഒരു കൽപ്പനയാണ്. തുമ്മ നുസിഹ, പിന്നെ ഇത് ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. കണ്ടോ, അത് ഇവര് വായിക്കൂല. പിന്നെ ഖത്താദ പറയാം നസഹത്ത് ഹ, ഇങ്ങനെ ഈ 8ാമത്തെ ആയത്തിൽ പറയുന്ന കാര്യത്തെ ഖുർആനിലെ ഫഖ്തുൽ മുശ്രിക്കീന എന്ന് പറയുന്ന ആയത്ത് ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇങ്ങനെയും പറയപ്പെട്ടിട്ടുണ്ട്. രണ്ടാമതായി അദ്ദേഹം പറയുന്നത് ഈ വിധി ബിർറ് കാണിക്കാം എന്ന് പറയുന്ന വിധി ലിഇല്ലത്തിൻ, ഒരു കാരണം കൊണ്ടാണ്. വഹുവ സുൽഹു, അതേതാണ് സുൽഹാൻ, ഹുദൈബിയ സന്ധി. ഹുദൈബിയ സന്ധി എന്നൊരു സന്ധി മുസ്ലിങ്ങളും മുശ്രിക്കുകളും തമ്മിൽ ഉണ്ടായ കാരണത്താൽ അവതരിപ്പിക്കപ്പെട്ട ഒരു ഹുക്കുമാണിത്. കാരണം അങ്ങനെ സന്ധിയിലാണ്. അപ്പോ എന്തായി, ബിർറ് കാണിക്കാം. എന്നിട്ട് അദ്ദേഹം തന്നെ വീണ്ടും പറയുന്നു, ഈ അഭിപ്രായം പറഞ്ഞ ആളുകൾ എന്ത് പറയുന്നു, ആ സന്ധി എന്നുള്ളത് മക്കം ഫത്ഹോടുകൂടി ഇല്ലാതെയായി. അപ്പൊ പിന്നെ ഈ ആയത്ത് അതിന്റെ ഹുക്കുമ് ദുർബലപ്പെടുത്തപ്പെട്ടു, അത് ഓത്തിൽ മാത്രം ബാക്കിയായി. ഖുർആനിൽ ഓതപ്പെടുന്നു, അതിന്റെ ഹുക്കുമ് നിലവിലില്ല. ഇതാണ് രണ്ടാമതായി പറയുന്നത്. ഇതേ അഭിപ്രായം തന്നെ മോളും പറഞ്ഞു, ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മൂന്നാമത് പറയുന്നത് ഈ ആയത്തിൽ പറയുന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സഖ്യത്തിലേർപ്പെട്ട, കരാറിലേർപ്പെട്ട, സന്ധിയിലേർപ്പെട്ട ആളുകളെ സംബന്ധിച്ചാകുന്നു. അതാരൊക്കെയാണ്? ഖുസാഅ, ബനുൽ ഹാരിസ് എന്നീ ഗോത്രങ്ങളാണ് എന്ന് പല ആളുകളും വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ അസ്മാറുല്ലാന്റെ വിഷയം വരുന്നില്ല. ഒന്ന് ഹുദൈബിയ സന്ധി, അല്ലെങ്കിൽ മറ്റു നിലയ്ക്ക് നബിയോട് കരാറിലേർപ്പെട്ട ആളുകൾ. എന്നിട്ട് ഇമാം മുജാഹിദ് പറയുന്നു, ഹിയ മഹ്സൂസത്തുൻ ഫില്ലദീന ആമനു വലം യുഹാജിറു. മോള് പറഞ്ഞ ഒന്നുമല്ല, വിശ്വസിക്കുകയും എന്നാൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോവുകയും ചെയ്തിട്ടില്ലാത്ത ആളുകളുടെ കാര്യത്തിലാണ് ഈ ആയത്തിറങ്ങിയത്. അവരോട് ബിർറും ഇഹ്സാനുമാകാം. വക്കീല, ഇനി വേറൊരു കീലയുണ്ട്. അതെന്താണ്? ഇത് മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാത്ത സ്ത്രീകൾ, കുട്ടികൾ എന്നിവരുടെ കാര്യത്തിലാണ്. അവിടെ പുരുഷന്മാരെ കുറിച്ചോ മുതിർന്ന ആളുകളെ കുറിച്ചോ പറയുന്നില്ല. കുട്ടികൾ, സ്ത്രീകൾ, അതെന്നെ ആര്? യുദ്ധം ചെയ്യാത്തവരിൽപ്പെട്ട അങ്ങനെയുള്ള ആള് കാര്യത്തിലാണ് ഈ ബിർറ് കാണിക്കാം എന്ന് പറഞ്ഞിട്ടുള്ളത്. പല മുഫസ്സിറുകളും അല്ലെങ്കിൽ മുഫസ്സിറുകളിൽ ചിലർ ഈ കാര്യം ഉദ്ധരിച്ചിട്ടുണ്ട്. ആറാമത്തെ അഭിപ്രായമായി പറയുന്നത് തഅ്വീലിന്റെ ആളുകൾ. ഖുർആൻ തഅ്വീലിന്റെ ആളുകളിൽ അധിക പേരും പറഞ്ഞത് ഈ ആയത്ത് ദുർബലപ്പെടുത്തപ്പെട്ടിട്ടില്ല, മറിച്ച് മുഹ്കമത്തായ ആയത്താണ്. എന്നിട്ട് അതിന് തെളിവായി പറയാണ്, ആ പറയുന്ന ആളുകൾ, അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ല പറയുന്നത്, ഈ പറയുന്ന ആളുകൾ അസ്മാ ബിൻത്ത് അബീ ബക്കർ റളിയല്ലാഹു അൻഹയുടെ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു. എന്നിട്ട് ആ സംഭവം പറഞ്ഞതിന് ശേഷം ബുഖാരി, മുസ്ലിം എന്നിവരൊക്കെ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നിട്ട് വക്കീല, പറയപ്പെട്ടിരിക്കുന്നു, ഇന്നൽ ആയത്ത ഫീഹാ നസലത്. അതായത് ബുഖാരി, മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ മുസ്നദായി സനദ് ചേർത്തുകൊണ്ട് എന്തില്ല, അസ്മാ റളിയല്ലാഹു അൻഹയുടെ ഉമ്മന്റെ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങിയത് എന്നില്ല. മറിച്ച് ഉമ്മ അസ്മാന്റെ അടുത്ത് ചെന്നപ്പോൾ നബിയോട് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മയുമായി സിലീഹ, നീ ബന്ധം ചേർത്തിക്കോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ ആയത്തുമായി ബന്ധപ്പെട്ട ഒരു പരാമർശമില്ല. അതുകൊണ്ടാണ് ഖുർത്തുബി പറയുന്നത്, അസ്മാ റളിയല്ലാഹു അൻഹയുടെ കാര്യത്തിലാണ് അല്ലെങ്കിൽ ഖുതൈലയുടെ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. കണ്ടോ, ഒരു സനദുമില്ല, ഒരടിസ്ഥാനമില്ല, സ്വീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സംഗതികൾക്കാണ് പറയപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. അപ്പൊ വക്കീല, അങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനുശേഷം ഈ ഉദ്ധരണി, പറയപ്പെട്ട റിപ്പോർട്ട് അബ്ദുല്ലാഹി ഇബ്നു ജുബൈറിൽ ആമിർ ബിൻ അബ്ദുല്ലയിൽ നിന്നുള്ള റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവരുടെ വാദമനുസരിച്ച് അസ്മാ റളിയല്ലാഹു അൻഹയുടെ ഒരൊറ്റ സംഭവമേ ഈ ആയത്തിറങ്ങാനുള്ളൂ. എന്നാൽ ഈ പറഞ്ഞ ഖുർത്തുബിയുടെ തഫ്സീർ എന്താ മനസ്സിലായത്? ആദ്യം പറഞ്ഞത് അതിന്റെ പൊതു ഹുക്കം പറഞ്ഞതാണെങ്കിലും 6 അഭിപ്രായങ്ങളിലൂടെ അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നല്ലാതെ ഇത് യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു അവതരണ പശ്ചാത്തലം ഇതിനുള്ളതായി ഇവിടെ ഉറപ്പിച്ചു പറഞ്ഞിട്ടില്ല. ഈ ഒരു സംഗതിയാണ് വെറും അസ്മാ റളിയല്ലാഹു അൻഹയുടെ ഉമ്മയുമായി മാത്രം ബന്ധപ്പെടുത്തിക്കൊണ്ട് പരിമിതപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഇവിടെ തെളിവായി കൊണ്ടുവന്ന തഫ്സീറുൽ ബഗവി 4ാം വാള്യം 331 പേജിൽ അതിൽ ഒന്നാമതായി അദ്ദേഹം പറയുന്നത്, ഇമാം ബഗവി പറയുന്നത്, അസ്മാ റളിയല്ലാഹു അൻഹയുടെ സംഭവമല്ല. ഖാല ഇബ്നു അബ്ബാസ് നസലത്ത് ഫീ ഖുസാഅ കാനൂ ഖദ് സാലഹു നബിയ്യ. നേരത്തെ ഖുർത്തുബി പറഞ്ഞതിലെ 2ഉം 3ഉം വിഷയങ്ങളിലൊക്കെ ഉൾപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സന്ധിയിലേർപ്പെട്ട ഖുസാഅ ഗോത്രക്കാരിലെ അവരെ സംബന്ധിച്ചാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞിരിക്കുന്നു. ഇതാണ് ബഗവി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഒന്നാമതായി കൊടുത്തിട്ടുള്ള കാര്യം.
അപ്പൊ അവിടെയും എന്തായി ഈ പറയുന്ന വിഷയമല്ലാത്ത ഖുസായക്കാരുടെ വിഷയം ബഗവി ഉദ്ധരിച്ചിരിക്കുന്നു. അപ്പോ അസ്മാന്റെ വിഷയം മാത്രമാണ് അതിലാണ് എന്നത് മുഫസ്സിരീങ്ങൾ ഏകകണ്ഠമായി പറഞ്ഞൊരു കാര്യമല്ല, മറിച്ച് പല കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പറയപ്പെട്ട ഒരു കാരണം മാത്രമാണ് ഈ സംഭവം. ഇനി ആ പറയപ്പെട്ട സംഭവത്തിന്റെ ആധികാരികത എന്താണ് എന്ന് പരിശോധിച്ചാൽ ഹദീസുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് വന്നിരിക്കുന്നു എന്ന് നമുക്കൊന്ന് ആദ്യം പരിശോധിക്കാം. ഇമാം ബുഖാരി 2 സ്ഥലങ്ങളിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഒന്ന് 5978 നമ്പറാണ്. ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ 1003 നമ്പറായും അബൂദാവൂദ് 1668 നമ്പറായും ഇമാം അഹ്മദ് 26913 നമ്പറായും ഇബ്നു ഹിബ്ബാൻ അദ്ദേഹത്തിന്റെ സഹീഹിൽ 452 നമ്പറായും ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹായ ഹദീസുകൾ. ഈ ഹദീസുകളിൽ അസ്മാ റളിയല്ലാഹു അൻഹയുടെയും ഉമ്മയുടെയും സംഭവം പറയുന്നുണ്ട്. സ്വഹീഹായ ഹദീസുകളിലൊന്നും സൂറത്തുൽ മുംതഹനയിലെ 8ാമത്തെ ആയത്ത് അവതരിച്ചത് അസ്മാ റളിയല്ലാഹു അൻഹയുടെയും ഉമ്മയുടെയും വിഷയത്തിലാണ് എന്ന് പറയുന്നില്ല. ഇനി ബുഖാരിയുടെ ഒരു ഖൗലുണ്ട്, അത് ഞാൻ ശേഷം വായിക്കും. ഇവിടെ ഇമാം ബുഖാരിയുടെ ഹദീസിൽ വന്നിട്ടുള്ള വാചകം അസ്മാ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കാൻ, എന്റെ ഉമ്മ എന്റെ അടുക്കൽ ആഗ്രഹിച്ചു കൊണ്ടുവന്നു. ആ ആഗ്രഹം ഇസ്ലാമായിട്ട് വരാനല്ല, മറിച്ച് മകളെ കാണുക എന്ന ആഗ്രഹത്തോടു കൂടിയാണ് എന്ന് പല ആളുകളും വിശദീകരിച്ചു കാണാം. അതെന്തോ ആവട്ടെ, എപ്പോഴാണ് ഈ വന്നത്? ഈ അഹദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ നബി മദീനയിലുള്ള സമയത്ത്, അതൊരു പക്ഷേ ഹുദൈബിയ സന്ധിയുടെ സമയത്താകാം. അങ്ങനെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമ്മ വന്നപ്പോ ഉമ്മയെ സ്വീകരിക്കാന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല, ആ വിഷയത്തിൽ ഉമ്മയുടെ കാര്യത്തിൽ ഞാൻ നബിയോട് ചോദിച്ചു. അപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നഅം ആസിലുഹ എന്നാണ് ചോദ്യം, ഞാൻ ഉമ്മയുമായി സിലത്ത് ചേർക്കട്ടെ? അപ്പൻ നബിന്റെ മറുപടി നഅം, അതെ നീ ചേർത്തോ. ഇതാണ് മുകളിൽ പറഞ്ഞ ഹദീസുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യം. ഇതിലെവിടെയും ഈ ആയത്തിറങ്ങാനുള്ള കാരണം അസ്മാ റളിയല്ലാഹു അൻഹയുടെയും ഉമ്മയുടെയും സംഭവമാണ് എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ഇമാം ബുഖാരിയുടെ റിപ്പോർട്ടിൽ മറ്റ് നേരത്തെ പറഞ്ഞ ഹദീസുകളൊന്നുമില്ല. ഇമാം ബുഖാരിയുടെ റിപ്പോർട്ടിൽ ഇബ്നു ഉയൈന പറഞ്ഞിരിക്കുന്നു, ഫഅൻസലല്ലാഹു തആല ഫീഹാ, ആ കാര്യത്തിൽ അല്ലാഹു തആല അവതരിപ്പിച്ചു, ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലുകും ഫിദ്ദീനി എന്ന് പറയുന്ന സൂറത്തുൽ മുംതഹനയിലെ 8ാമത്തെ ആയത്ത്. അപ്പൊ ഇവിടെ ചോദ്യം വരും, ഇമാം ബുഖാരിയുടെ ഹദീസിൽ ഈ ആയത്ത് അവതരിക്കാനുള്ള കാരണം അസ്മാബിയുടെ സംഭവമാണ് എന്ന് പറഞ്ഞിട്ടില്ലേ? അങ്ങനെ ചോദിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, ഇത് ഇമാം ബുഖാരി മുകളിൽ പറഞ്ഞ സനദിലേക്ക് ചേർത്ത് പറഞ്ഞ വിഷയമല്ല, മറിച്ച് ഇതാരാണ്? ഈ ഹദീസിന്റെ റിപ്പോർട്ടർമാരിൽ ഒരാളായ താബിഈ പണ്ഡിതനായ, സഹാബിയല്ല താബിയായ സുഫിയാൻ എന്ന് പറയുന്ന 2 സുഫിയാൻ ഉണ്ട്. ഇത് സുഫിയാൻ ഇബ്നു ഉയൈനയാണ്. ആ സുഫിയാൻ ഇബ്നു ഉയൈന അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഈ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങിയത് എന്ന്. അപ്പൊ ഇതിൽ മനസ്സിലാവാം, ഇത് സനദ് ചേർത്ത് ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽപ്പെട്ട ഒരു വാചകമല്ല, റിപ്പോർട്ടറുടെ വാചകമാണ്. അപ്പൊ ഹദീസിലില്ലാത്ത ചില വാചകങ്ങൾ സഹാബിന്റെ വകയിൽ കീറി വന്നതുണ്ടാവും, അല്ലെങ്കിൽ താബിന്റെ വക കീറി വന്നതുണ്ടാവും. അതിന് മുദറജായ റിപ്പോർട്ട് എന്നാണ് പറയാ, നബിന്റെ വാക്കിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടത്. ചിലത് മനസ്സിലാവുന്നല്ല, ചിലത് മനസ്സിലാവും. ഇവിടെ അത് മനസ്സിലാക്കാനുള്ള വഴി ഇമാം ബുഖാരി പറഞ്ഞു, ഖാല ഇബ്നു ഉയൈന, നേരത്തെ പറഞ്ഞ നബിയിൽ നിന്നോ സഹാബിയിൽ നിന്നോ ഉള്ള വാക്കല്ല, റിപ്പോർട്ടറായ താബിയായ സുഫിയാൻ ഇബ്നു ഉയൈന ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ സുഫിയാൻ ഇബ്നു ഉയൈന പറഞ്ഞു എന്നതുകൊണ്ട് ഇത് സ്വഹീഹായ ഹദീസായി അങ്ങനെ ഒരു കാരണമായി മനസ്സിലാക്കാൻ പറ്റുകയില്ല. അപ്പൊ ഇത് പറയുമ്പോൾ ഒന്നുകൂടി പറഞ്ഞാൽ, അബൂലഹബിന് കൈവരകൾക്കിടയിലൂടെ കൂൾ ഡ്രിങ്ക്സ് കിട്ടുന്നു എന്ന് മുസ്ലിയാക്കന്മാർ പറയുന്നു, ബുഖാരിന്റെ ഹദീസിലുണ്ട്. അങ്ങനെ പല സംഭവങ്ങളും. അപ്പൊ അത്തരം കാര്യങ്ങളൊന്നും ഇതിനൊക്കെ മറുപടി പറയുന്ന ആളുകളാണല്ലോ റഷീദ് സലഫിയെ പോലുള്ള ആളുകൾ. അപ്പൊ ഏതായാലും ആ ഒരു ന്യായം ഇവിടെ പറയും എന്ന് തോന്നുന്നില്ല, വിവരമുള്ള ആളുകൾ ആരും പറയുകയില്ല. അപ്പൊ ബുഖാരിയുടെ ഹദീസിൽ അങ്ങനെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി, ഇത് ഹദീസല്ല, ഈ പറഞ്ഞ വാചകം അത് റിപ്പോർട്ടറായ താബിഈന്റെ വാക്ക് മാത്രമാണ്. ഇനി ഇതല്ലാതെ മറ്റ് ഹദീസുകളിലൊന്നും ഈ വാക്ക് വന്നിട്ടുമില്ല. നബിയുടെ വാക്കല്ല, സഹാബിന്റെ വാക്കുമല്ല, താബിന്റെ വാക്കാണ്. ഇനി ഈ വന്ന റിപ്പോർട്ടിനെ കുറിച്ച് നേരത്തെ ഖുർത്തുബിയുടെ വാചകത്തിൽ ഇമാം ബുഖാരി പറഞ്ഞിട്ടുള്ളത് താബിന്റെ വാക്ക് മാത്രമാണ്, അത് ഹദീസല്ല, അത് തന്നെ സ്വീകാര്യയോഗ്യവുമല്ല എന്ന് സൂചിപ്പിക്കുന്ന പ്രയോഗമാണ് ഖുർത്തുബി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞതായി മുകളിൽ ഞാൻ വായിച്ചു. വഖീല, പറയപ്പെട്ടിരിക്കുന്നു, ഇന്നല്ലായത്തെ ഫീഹാ നസലത്, ഈ അസ്മാഇന്റെ ഉമ്മയുടെയും സംഭവത്തിലാണ് ഈ ആയത്തിറങ്ങിയെന്നത് ഖീലയാണ്. ഖീല എന്ന് പറഞ്ഞാൽ മലയാളികൾക്കൊക്കെ അറിയാം, അത് ഖീലയാണ്. ആര് പറഞ്ഞു, എവിടെ പറഞ്ഞു എന്ന് സനദോടുകൂടി ഉദ്ധരിക്കപ്പെട്ടതല്ല. പറഞ്ഞ ആളുണ്ടാവും ചിലപ്പോൾ, പക്ഷേ സനദ് ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ഖീലയാണ്. അപ്പൊ അത് സ്വീകാര്യയോഗ്യമല്ല എന്ന സാങ്കേതിക പ്രയോഗമനുസരിച്ച് തംരീലിന്റെ സീഗ എന്ന് പറയും. അതായത് ഈ ഉദ്ധരിക്കപ്പെടുന്ന റിപ്പോർട്ടിന് രോഗമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന, തകരാറുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന പ്രയോഗമാണ് പറയപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ എന്താ പറയാ, പറഞ്ഞു, അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്തു എന്ന് പറയും. അപ്പൊ അതില്ല. ഇനി
ഇവിടെ തെളിവായി കൊണ്ടുവന്ന ഇമാം ബഗവി തന്നെ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ 4-ാം വാള്യം 331-ാമത്തെ പേജിൽ പറയുന്നത് വറുവിയ അൻ ഇബ്നു ഉയൈന ഖാല ഫഅൻസലല്ലാഹു ഫീഹാ. കണ്ടോ, ഇവിടെ കൊട്ടിഘോഷിച്ച് തെളിവായി കൊണ്ടുവന്ന ബഗവി തന്നെ ഇവരുദ്ധരിക്കുന്ന വാചകത്തിൽ അതിന്റെ ഇടയിൽ തന്നെ ഉണ്ട് ഇബ്നു ഉയൈന പറഞ്ഞതിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു റുവിയ. കണ്ടോ, ഇന്നാള് ഉദ്ധരിച്ചെന്നല്ല, റുവിയ അൻ ഇബ്നു ഉയൈന, ഇബ്നു ഉയൈന എന്ന താബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ മോള് പറഞ്ഞ കീല പോലെയാണ് ഈ റുവിയ എന്നുള്ള പ്രയോഗം. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരിയുടെ റിപ്പോർട്ടിലുണ്ട് സുഫിയാൻ പറഞ്ഞിരിക്കുന്നില്ലെങ്കിൽ ഇബ്നു ഉയൈന പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞത് സ്വീകാര്യോഗ്യമല്ല എന്ന് ഖുർത്തുബിയുടെയും ബഗവിയുടെയും ഈ രണ്ട് പ്രയോഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ സ്വഹീഹായ റിപ്പോർട്ടുകളിൽ ഈ സംഭവത്തിലാണ് ഇന്ന ആയത്തിറങ്ങിയത് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഇനി രണ്ടാമതൊരു ഹദീസ് ഇമാം അഹ്മദ് 16,111 നമ്പറായും ഇമാം ഹാക്കിം 3850 നമ്പറായും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. അതിന്റെ സനദുകൾ ഒരേ സനദാണ്, 1-2 ചെറിയ മാറ്റങ്ങളാണ്. ഈ ഹദീസ് ഇമാം അഹ്മദും ഇമാം ഹാക്കിമും ഉദ്ധരിച്ചിട്ടുള്ളത് മുസ്അബ് ഇബ്നു സാബിത്ത് എന്ന് പറയുന്ന ആളിലൂടെയാണ്. ആ മുസ്അബ് ഇബ്നു സാബിത്ത് എന്ന് പറയുന്നത് അബ്ദുല്ലാഹി ഇബ്നു സുബൈറിന്റെ മകനാണ്. ഈ അബ്ദുല്ലാഹി സുബൈറിന്റെ റിപ്പോർട്ട് ഇനി വേറെ വരുന്നുണ്ട്. അപ്പൊ ഈ മുസ്അബ് ഇബ്നു സാബിത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഈ റിപ്പോർട്ടിൽ ഉള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതിൽ അസ്മാ റളിയല്ലാഹു അൻഹ നേരിട്ട് നബിയോട് ഉമ്മയുടെ കാര്യത്തിൽ ചോദിച്ചു എന്നാണ്. ഇവിടെ പറയുന്നത് അസ്മാഇന് വേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹ നബിയോട് ചോദിച്ചു എന്നാണ്. അങ്ങനെ ഒരു മാറ്റമുണ്ട്. ആ മാറ്റം ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതിന്റെ അവസാനം പറയാണ് ഫഅൻസലല്ലാഹു അസ്സ വജല്ല, ഈ ആയത്ത് അല്ലാഹു അവതരിപ്പിച്ചു ഈ വിഷയത്തിൽ. ഫഅമറഹ, എന്നിട്ട് അസ്മാഇനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു അൻ തഖ്ബല ഹദിയതഹാ വ അൻ തുദ്ഖിലഹാ ബൈതഹാ, ഉമ്മയുടെ ഹദിയ ഗിഫ്റ്റ് സ്വീകരിക്കുവാനും ഉമ്മയെ വീട്ടിൽ കയറ്റിക്കൊള്ളുവാനും അസ്മാഇനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു എന്ന് ഈ റിപ്പോർട്ടിലുണ്ട്. അപ്പൊ ഇവിടെ അവതരണ കാരണം ഈ സംഭവമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പുറമെ ഗിഫ്റ്റ് സ്വീകരിക്കാം, മുശ്രിക്കത്തായ ഉമ്മനെ വീട്ടിൽ കയറ്റാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ റിപ്പോർട്ട് അഹ്മദും ഹാക്കിം ഉദ്ധരിച്ച റിപ്പോർട്ട്, അതിനെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാനുള്ളത് മുസ്അബ് ഇബ്നു സാബിത്ത് എന്ന് പറയുന്ന ഇതിന്റെ പരമ്പരയിലുള്ള റിപ്പോർട്ടർ അയാൾ സ്വീകാര്യയോഗ്യനല്ല എന്നതാണ്. അപ്പൊ ആ റിപ്പോർട്ടർ സ്വീകാര്യയോഗ്യനല്ല എന്നും മറ്റ് സനദുകളിലൂടെയൊന്നും അത് വന്നിട്ടില്ല എന്നതും ഇത് അദ്ദേഹം മാത്രം തഫറുദായി മുൻഫരിദായി വന്നിട്ടുള്ള റിപ്പോർട്ടാണ് എന്നതുകൊണ്ട് ഈ റിപ്പോർട്ട് സ്വീകരിക്കാൻ പാടില്ല എന്നും ഒരുപാട് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഈ വിഷയത്തെക്കുറിച്ച് അസ്ബാബ് നുസൂലിൽ ഖുർആൻ, ഖുർആനിന്റെ ആയത്തുകളുടെ അവതരണ കാരണങ്ങൾ എന്ന കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ, പല പേരുകളിൽ പല പണ്ഡിതന്മാരുടേത്. ആധുനികനായ ഒരാൾ ഖാലിദ് ബിൻ സുലൈമാൻ അൽ മുസൈനി എന്ന് പറയുന്ന പണ്ഡിതൻ അൽ കുതുബ് തിസ്അ എന്നറിയപ്പെടുന്ന ബുഖാരി മുസ്ലിം അടക്കമുള്ള 9 ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ള അവതരണ കാരണങ്ങളെക്കുറിച്ച് വിശകലനം നടത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ അൽ മുഹറർ ഫി അസ്ബാബ് നുസൂലിൽ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 2-ാം വാള്യം 991-ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നത് ഹിശാം ഇബ്നു ഉർവയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എല്ലാ വഴികളിലൂടെയും ഉള്ള റിപ്പോർട്ടുകൾ അതൊക്കെ ഖലത് മിൻ ദിക്രിൻ നുസൂൽ, ഈ ആയത്തിറങ്ങാനുള്ള കാരണത്തെക്കുറിച്ച് പറയുന്നതിൽ നിന്ന് ഒഴിവാണ് എന്ന് പറഞ്ഞാൽ ഹിശാം ഇബ്നു ഉർവയിലൂടെ ഉദ്ധരിക്കപ്പെടുന്ന, അതായത് ഇവർ കൊണ്ടുവന്നിട്ടുള്ള അബ്ദുല്ലാഹി സുബൈർ പറയുന്നു എന്ന് പറയുന്ന അയാളുടെ പേരക്കുട്ടിയാണ് ഹിശാം ഇബ്നു ഉർവ. ആ ഹിശാമിലൂടെ ഉദ്ധരിക്കപ്പെടുന്ന ഒരു റിപ്പോർട്ടിലും അവതരണ പശ്ചാത്തലം പറയുന്നില്ല. ഏതല്ലാതെ സുഫിയാൻ ഇബ്നു ഉയൈനയുടെ മുകളിൽ പറഞ്ഞ റിപ്പോർട്ടല്ലാതെ. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ ഖീല എന്നും റുവിയ എന്നും പറഞ്ഞതും മുകളിൽ നമ്മൾ വായിച്ചു. അതുകൊണ്ട് തന്നെ ഇത് സ്വീകാര്യോഗ്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ കമാൽ ബസ്യൂനി സഗ്ലൂൽ എന്ന് പറയുന്ന ഒരു ഹദീസ് നിരൂപകനായ മുഹഖിഖായ ഒരാൾ, അദ്ദേഹത്തിന്റെ അസ്ബാബ് നുസൂലുൽ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 447-ാമത്തെ പേജിൽ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇതിന്റെ പരമ്പരയിൽ മുസ്അബ് ഇബ്നു സാബിത്ത് എന്ന് പറയുന്ന സാബിത്ത് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്ന് പറയുന്ന ആളുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് ഇബ്നു ഹജറുൽ അസ്ഖലാനി അദ്ദേഹത്തിന്റെ അത്തഖ്രീബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് ലയ്യിനുൽ ഹദീദി, ഹദീസ് ലയ്യിനായ ആളാണ്, നേർത്ത ആളാണ് എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ പറ്റില്ല. ലയ്യിൻ എന്നുള്ളത് സാങ്കേതിക പ്രയോഗമാണ്, അതിന് മലയാളത്തിലേക്ക് അങ്ങനെ ഒരു പരിഭാഷ പറയാൻ കഴിയും. പിന്നെ ഇബ്നു ഹിബ്ബാൻ ഈ മുസ്അബ് ഇബ്നു സാബിത്തിനെ ജർഹിന്റെ ആളുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, കുറ്റം കുറവുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹം തന്നെ സിഖത്തായ ആളുകളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടിലും ഉൾപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട് കാര്യം ഇബ്നു ഹിബ്ബാൻ. ഇനി ഹൈസമി അദ്ദേഹത്തിന്റെ മജ്മുഉ സവായിദ് 7-ാം വാള്യം 123-ാമത്തെ പേജിലും അതുപോലെ തന്നെ ഇമാം അഹ്മദും ബസ്സാറും ഒക്കെ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. അതിന്റെ പരമ്പരയിൽ മുസ്അബ് ഇബ്നു സാബിത്തുണ്ട് എന്ന് ഹൈസമി പറയുന്നു. എന്നിട്ട് ഹൈസമി പറയുന്നു വസ്സഖഹു ഇബ്നു ഹിബ്ബാൻ വളഅഫഹു ജമാഅ, ഇബ്നു ഹിബ്ബാൻ ഈ മുസ്അബ് ഇബ്നു സാബിത്തിനെ കുറിച്ച് സിഖത്താണ്, വിശ്വസ്തനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റൊരു പറ്റം പണ്ഡിതന്മാർ അദ്ദേഹത്തെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇബ്നു ഹിബ്ബാൻ സഹീഹാക്കി സിഖത്താണ് എന്ന് പറഞ്ഞു, എന്നാൽ അതുകൊണ്ട് മാത്രം സ്വീകരിക്കാൻ പറ്റൂല എന്നുള്ളത് ഷെയ്ഖ് അൽബാനി അടക്കമുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം ഇബ്നു
ഇബ്നു ഹിബ്ബാൻ സഹീഹാണ് അല്ലെങ്കിൽ ഇന്ന ആൾ തിഖത്താണ് എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെ പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം ഈ വിഷയത്തിൽ അലംഭാവം കാണിക്കുന്ന ആളാണ് എന്ന് ഇബ്നു ഹിബ്ബാനെ കുറിച്ച് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇബ്നു ഹിബ്ബാൻ തിഖത്താണ് എന്ന് പറഞ്ഞാൽ അത് വിശ്വാസയോഗ്യമല്ല. ഇനി മുസ്നദ് അഹ്മദിൽ വന്നിട്ടുള്ള റിപ്പോർട്ടിനെ അതിന് തഹ്ഖീഖ് നടത്തിയിട്ടുള്ള രണ്ട് സഹോദരന്മാരായ ശുഐബ് അർനൌത്തും അബ്ദുൽ ഖാദിർ അർനൌത്തും ഈ ആളുകൾ അതിനെക്കുറിച്ച് അടിക്കുറിപ്പായി നൽകിയിട്ടുള്ളത് ഇസ്നാദുഹു ദഈഫുൻ ലിദഅഫി മുസ്അബ് ഇബ്നു സാബിത്ത്. ഈ പറയുന്ന റിപ്പോർട്ടറായ മുസ്അബ് ഇബ്നു സാബിത്തിന്റെ ദുർബലത കൊണ്ട് ഈ ഹദീസിന്റെ സനദ് ദുർബലമാകുന്നു എന്ന് മുസ്നദ് അഹ്മദിന്റെ തഹ്ഖീഖിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പ്രസിദ്ധ ഖുർആൻ തഫ്സീറായ ഹാഫിദ് ഇബ്നു കസീറിന്റെ ഖുർആൻ തഫ്സീർ, അതിന് ഒരു പറ്റം പണ്ഡിതന്മാർ അതിൽ പറഞ്ഞിട്ടുള്ള ഹദീസുകൾക്ക് മാത്രമല്ല പണ്ഡിതന്മാരുടെ വാക്കുകൾക്ക് ഉദ്ധരണികൾക്കൊക്കെ തഹ്ഖീഖ് നടത്തിയതായി കാണാൻ സാധിക്കും. 8 വാള്യങ്ങളിലായി പുറത്തിറക്കപ്പെട്ടിട്ടുള്ള വളരെ പ്രസിദ്ധമായ ഉപകാരപ്രദമായ ഒരു തഹ്ഖീഖോടുകൂടിയുള്ള തഫ്സീറാണ്. അതിന്റെ 8ാം വാള്യം, അവസാനത്തെ വാള്യം 115-ാമത്തെ പേജിൽ 19-ാം നമ്പർ അടിക്കുറിപ്പായി കൊടുത്തിട്ടുള്ളത് ഇമാം അഹ്മദ്, ഇബ്നു ജരീർ, ഹാക്കിം, ത്വയാലസി എന്നിങ്ങനെയുള്ള ആളുകളൊക്കെ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ അതിന്റെ സനദിൽ ദുർബലതയുണ്ട്. എന്താ കാരണം? അവിടെ മുസ്അബ് ഇബ്നു സാബിത്ത് എന്ന് പറയുന്ന ഒരാളുണ്ട്. ഫഇന്നഹു ദഈഫുൻ, അത് ദുർബലമാണ്, അദ്ദേഹം ദുർബലനാണ്. വൽ ഹദീസു സഹഹഹു അൽ ഹാക്കിമു, എന്നാൽ ഹാക്കിം തന്റെ മുസ്തദ്റക്കിൽ ഉദ്ധരിക്കുകയും അത് സഹീഹാണെന്ന് പറയുകയും ദഹബി അതിനോട് യോജിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ അഭിപ്രായവും സ്വീകാര്യോഗ്യമല്ല. വഫീഹി നളർ, അവരപ്പറഞ്ഞതിനെ കുറിച്ചും ചിന്തിക്കേണ്ടതുണ്ട് പറയാൻ കാരണം മുസ്അബ് സാബിത്ത് എന്ന് പറയുന്ന ആള് ദുർബലനാണ്. അയാളുള്ള പരമ്പരയിൽ മാത്രമാണ് ഇത് വന്നിട്ടുള്ളത്. അങ്ങനെ ഒറ്റപ്പെട്ടു വന്ന ദുർബലനായ ഒരാളിലൂടെ മാത്രം ഉദ്ധരിക്കപ്പെട്ടു വന്ന മറ്റ് ഉപതെളിവുകൾ ഇല്ലാത്തൊരു വിഷയമായതുകൊണ്ട് ഈ ഹദീസ് സ്വീകാര്യോഗ്യമല്ല എന്ന പണ്ഡിത നിലപാടനുസരിച്ച് ഈ ഹദീസ് നിന്ന ഏത് ഹദീസാണെങ്കിലും അത് സ്വീകരിക്കാൻ പറ്റില്ല എന്ന നിലപാടനുസരിച്ചാണ് വഫീഹി നളർ എന്ന് ഇതിന് തഹ്ഖീഖ് നടത്തിയിട്ടുള്ള 2 പ്രമുഖ ഹദീസ് നിരൂപകന്മാരായ ആളുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി മുകളിൽ പറഞ്ഞ ഖാലിദ് ബിൻ സുലൈമാൻ അൽ മുസൈനി എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഈ തഹ്ഖീഖിൽ 9 ഹദീസ് ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിൽ വന്നിട്ടുള്ള ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ സബൂനസുലുകളെ നിരൂപണം നടത്തിയിട്ടുള്ള പണ്ഡിതൻ അദ്ദേഹം പറയുന്നത് ഈ റിപ്പോർട്ട് സ്വീകാര്യോഗ്യമല്ല എന്നതിന് ഹിശാം ബിൻ ഉർവയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ സുഫിയാൻ ബിൻ ഉയൈനയുടെ ഒറ്റ റിപ്പോർട്ട് വെച്ച് ബാക്കി ഒരു റിപ്പോർട്ടിലും അവതരണ കാരണം പറയുന്നില്ല. അതായത് ഇന്ന വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് പറയുന്നില്ല. മുകളിൽ ഖുർത്തുബിയുടെ തഫ്സീറിൽ 5-6 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അങ്ങനെ ഒരു കാരണവും ഹദീസുകളിൽ എവിടെയും സ്ഥിരപ്പെട്ടിട്ടില്ല. പിന്നെ അതൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞതാണ്. പിന്നെ രണ്ടാമത്തെ കാരണം അദ്ദേഹം പറയുന്നത് തഫ്സീറിന്റെ ആളുകൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ, അവര് ഈ അഭിപ്രായത്തിൽ ഒരു സംശയം പ്രകടിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ സ്വീകാര്യതയെക്കുറിച്ച് അവർ അതിനെ ഗൗനിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവലോകനം നടത്തുകയോ പതിവ് പോലെ അവർ ചെയ്തിട്ടില്ല. കാരണം എന്താ? ഇനി വന്നതിൽ തന്നെ എന്താണ്? വമൻ ദക്കറഹു, ഇനി ആരെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കാല, അവതരണ പശ്ചാത്തലമുണ്ട് എന്ന് പറഞ്ഞവരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഖീല, പറയപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ അവതരണ കാരണത്തെക്കുറിച്ച് പറഞ്ഞത്. അതിന് 2 ഉദാഹരണം മുകളിൽ നമ്മൾ വായിച്ചു, ബഗവിയും അതുപോലെ തന്നെ അതിന്റെ മുമ്പേ ഖുർത്തുബിയും. അപ്പൊ ഇത്തരം കാരണങ്ങളാൽ മറ്റൊരു കാരണം അദ്ദേഹം പറയുന്നത്, 3ാമത്തെ കാരണം പറയുന്നത് ഈ ആയത്തെന്ന് മാത്രമല്ല സൂറത്തുൽ മുംതഹനയുടെ ആദ്യ ഭാഗത്തുള്ള ആയത്തുകൾ 9 വരെയുള്ള ആയത്തുകൾ, ആ ആയത്തുകൾ ഇറങ്ങാനുള്ള കാരണം ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ എന്ന് പറയുന്ന ബദരീങ്ങളിൽപ്പെട്ട സഹാബിയുടെ വിഷയത്തിലാണ്. അപ്പൊ ഈ 9 ആയത്തുകളും ഒരേ വിഷയത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ പിന്നെ ഒരായത്ത് മാത്രം വേറെ ഒരാളെ കുറിച്ചാണ് എന്ന് പറയുന്നതിന് പ്രത്യേകം തെളിവ് വേണം. അങ്ങനെ ഒരു തെളിവില്ല. വന്ന കാര്യങ്ങൾ തന്നെ ദുർബലമായ സനദിലൂടെ ഉദ്ധരിക്കപ്പെട്ടതാണ്. ഈ കാരണങ്ങളെല്ലാം പറഞ്ഞ 3 കാരണങ്ങളാൽ ഈ പറയുന്ന അവതരണ പശ്ചാത്തലം അസ്മാഇന്റെയും ഉമ്മയുടെയും വിഷയത്തിലാണ് ഇത് ഇറങ്ങിയിട്ടുള്ളത് എന്ന് പറയുന്നതും മുഫസ്സിരീങ്ങൾ അതിൽ സംശയം പ്രകടിപ്പിച്ചതും ഹദീസ് ദുർബലമാണ് എന്നതുകൊണ്ടും അതുപോലെ ഹാത്തിബ് നബി വൽത്തര സംഭവത്തിലാണ് ഈ ആദ്യ ഭാഗത്തുള്ള 9 വരെയുള്ള ആയത്തുകൾ ഇറങ്ങിയത് എന്നതുകൊണ്ടുമൊക്കെ ഈ പറയുന്ന കാരണം സംശയരഹിതമായി സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ നിരൂപണത്തെ വിലയിരുത്തി അദ്ദേഹം അവസാനിപ്പിച്ചു. അപ്പൊ ചുരുക്കത്തിൽ ഇന്ന കാരണത്തിലാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് വ്യക്തമല്ല. ഏതായിരുന്നാലും ഇവിടെ വലിയ കൊട്ടിഘോഷിച്ച തെളിവായി കൊണ്ടുവന്നിട്ടുള്ള അസ്മായിന്റെയും ഉമ്മ കുത്തൈലയുടെയും സംഭവം എന്ന് പറയുന്നത് സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടതല്ല. ഏത് ആ സംഭവം തന്നെ ഇവിടെ അതിലൊക്കെ അപ്പുറത്തേക്ക് പോയിട്ട് ഒരു അഡ്രസ്സും ഇല്ലാത്ത ഒരു വാചകം കൊണ്ടുവന്നിട്ടാണ്, കണ്ടോ ഹദീസിലുണ്ട്, നബി വാക്കല്ല, നബിയുടെ കൽപ്പനയാകുന്നു, തഫ്സീറിലുണ്ട്, ആധികാരികതയാണ്, എനിക്ക് നുറവണയേണ്ട ആവശ്യമില്ല, ദുർവ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല,
അതുകൊണ്ട് നബി ജനങ്ങൾക്ക് മുമ്പിൽ തെറ്റുതിരുത്തി മാപ്പ് പറഞ്ഞ് പരലോകം രക്ഷപ്പെടുത്തണം, നരകത്തിന് രക്ഷപ്പെടുത്തണം എന്നാണല്ലോ ഉപദേശം. അതൊക്കെ പറഞ്ഞിട്ടുള്ളത് ഒരു തെളിവില്ലാത്തൊരു കാര്യം വെച്ചിട്ടാണ്. ഇനി നമുക്ക് ആ ആദരിക്കണം എന്ന് പറയുന്ന റിപ്പോർട്ടിനെ കുറിച്ച് ശേഷം ചർച്ച ചെയ്യാം. ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, മുകളിൽ പറഞ്ഞു കൃത്യമായ കാരണങ്ങളില്ല, എന്നാൽ ഈ സൂറത്ത് അവതരിക്കാനുള്ള കാരണമേത് എന്നതിന് ഹദീസിൽ സ്ഥിരപ്പെട്ട സംഭവമുണ്ട്. ഏത്? സൂറത്തുൽ മുംതഹന എന്ന സൂറത്തിലെ ആയത്തുകൾ, ആ സൂറത്ത് തന്നെ അവതരിക്കാനുള്ള കാരണമെന്ത് എന്നത് നമുക്ക് പരിശോധിച്ചാൽ മക്കം ഫത്ഹുമായി ബന്ധപ്പെട്ട യാത്രയും മക്കം ഫത്ഹും അതുപോലെ തന്നെ അതിന് കാരണമായ ഹുദൈബിയ സന്ധിയും സന്ധിക്ക് ശേഷമുണ്ടായ ചില കാര്യങ്ങളും ഇവയെല്ലാമാണ് ഈ ആയത്ത് അവതരിക്കാനുള്ള കാരണം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. പണ്ഡിതന്മാർ പറഞ്ഞു എന്നല്ല, ഹദീസിൽ തന്നെ ഇതിൽ നിന്ന് നമുക്ക് തെളിവ് മനസ്സിലാക്കാനും സാധിക്കും. ആ തെളിവ് എന്താണ്? ഇമാം ബുഖാരി കിതാബുൽ മഗാസി യുദ്ധവുമായി ബന്ധപ്പെട്ട അധ്യായത്തിൽ 4274 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസ്. ഈ ഹദീസ് ഉദ്ധരിക്കുന്നതും നേരത്തെ പറഞ്ഞ സുഫിയാൻ ഇബ്നു ഉയൈനയിലൂടെയാണ്. സുഫിയാൻ ഇബ്നു ഉയൈനത്തിന്റെ ഒരു ഖൗലാണ് അവതരണ പശ്ചാത്തലം ഇന്ന വിഷയമാണ് എന്നത്. എന്നാൽ അത് സ്വഹീഹല്ല എന്ന് നേരത്തെ പറഞ്ഞു. എന്നാൽ അദ്ദേഹത്തിൽ തന്നെ ഉദ്ധരിക്കപ്പെടുന്ന ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹായ ഹദീസിൽ പറയുന്നത് എന്താണ്? അലി റളിയല്ലാഹു അൻഹു പറയുന്നതായി ഞാൻ കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഉബൈദുല്ലാഹി ഇബ്നു അബീ റാഫി പറയാം. ഇതൊരു പ്രസിദ്ധമായ സംഭവമാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാനിവിടെ ചുരുക്കം മാത്രം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി, സുബൈർ, മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ഈ മൂന്നാളുകളെ വിളിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോകണം, എന്നിട്ട് ഹാഹ് എന്ന് പറയുന്ന തോട്ടം, ആ തോട്ടത്തിനടുക്കൽ നിങ്ങൾ എത്തിയാൽ അവിടെ യാത്രക്കാരിയായ ഒരു സ്ത്രീയെ കാണാം, അവളോടൊപ്പം ഒരു കത്തുണ്ടാകും, ആ കത്ത് നിങ്ങൾ വാങ്ങിക്കൊണ്ടുവരണം എന്ന് കൽപ്പിച്ചാണ് പറഞ്ഞയക്കുന്നത്. അങ്ങനെ മൂന്നാളുകളും ആ പറഞ്ഞിടത്ത് എത്തി. അവിടെ പറഞ്ഞതുപോലെ പെണ്ണിനെ കണ്ടു. പെണ്ണിനോട് കത്ത് പുറത്തെടുക്കൂ എന്ന് പറഞ്ഞു. എന്റെ പക്കൽ കത്തില്ല എന്ന് പറഞ്ഞു. കത്ത് പുറത്തെടുക്കുക തന്നെ ചെയ്യണം, അല്ലെങ്കിൽ നിന്റെ വസ്ത്രം ഞങ്ങൾ താഴെയിടും, ചില റിപ്പോർട്ടിൽ നിങ്ങളെ വിവസ്ത്രയാക്കും എന്ന് പറഞ്ഞു. അപ്പോ മുടിക്കെട്ടിൽ നിന്ന് ആ പെണ്ണ് കത്തെടുത്തു കൊടുത്തു. ആ കത്തുമായി നബിനടുക്ക ചെന്നു. ആ കത്ത് വായിച്ചു നോക്കിയപ്പോ അതിലുള്ളത് എന്താണ്? ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ എന്ന് പറയുന്ന ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബി മക്കയിലെ മുശ്രിക്കുകളായ ചില ആളുകൾക്ക് എഴുതിയ ഒരു കത്താണ്. ആ കത്തെന്താ, അതിനുള്ള വിവരം എന്താണെന്ന് ചോദിച്ചാൽ ബിബഅദി അംരി റസൂലില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു സൂചനയാണ്. എന്നിട്ട് അതിൽ അദ്ദേഹം ആവശ്യപ്പെടുന്നത് എന്റെ കാര്യങ്ങളൊക്കെ മക്കയിലുള്ള, കാരണം ഇയാള് മക്കയിൽ നിന്നും ഇങ്ങോട്ട് വന്ന ആളാണ്, യഥാർത്ഥത്തിൽ മക്കക്കാരനല്ലെങ്കിലും മക്കയിൽ നിന്ന് വന്ന ആളാണ്, എനിക്കായി പ്രത്യേകം ബന്ധുക്കൾ അവിടെ അല്ല, അതുകൊണ്ട് എന്റെ കാര്യങ്ങൾക്ക് നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അയച്ചിട്ടുള്ള ഒരു കത്താണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് വിഷയമെന്ന്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. ഞാൻ സമയം നീണ്ടുപോകുന്നുണ്ട്, അതിന്റെ മുഴുവൻ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറഞ്ഞ കാര്യം സ്വീകരിക്കുകയും അവൻ നിങ്ങളോട് സത്യമാണ് പറഞ്ഞത് എന്ന് പറയുകയും ചെയ്തു. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഇസ്ലാമിൽ ഞാൻ മുത്തതായി പോയിട്ടില്ല, ഇസ്ലാമിൽ നാം ബേക്കോട്ട് പോയിട്ടില്ല, ഞാൻ ഇന്ന കാര്യങ്ങൾക്കാണ് ഈ കത്തയച്ചത്, ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നു. ആ വാക്ക് നബി അംഗീകരിച്ചു. അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ എന്നെ നിങ്ങൾ വിട്ടേക്കില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങൾ അനുവാദം തരും, ഈ മുനാഫിക്കിന്റെ പെരടി ഞാൻ വെട്ടാം. അപ്പൊ നബിന്റെ മറുപടി ഇന്നഹു ഖദ് ശഹിദ ബദ്റൻ. ഈ ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ എന്ന് പറയുന്ന സഹാബി ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളിൽപ്പെട്ട ആളാണ്. ബദരീങ്ങളിലേക്ക് അല്ലാഹു തആല എത്തി നോക്കി പറഞ്ഞ കാര്യം നിനക്കറിയുമോ? നിങ്ങൾ ഉദ്ദേശിച്ചതൊക്കെ നിങ്ങൾ പ്രവർത്തിച്ചുകൊള്ളുക, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു വന്നിരിക്കുന്നു, ഞാൻ പുറത്തു വന്നിരിക്കുന്നു എന്ന് അല്ലാഹു പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് പറയാണ് ഫഅൻസലല്ലാഹു സൂറ, അപ്പോൾ അല്ലാഹു ഈ സൂറത്ത് അവതരിപ്പിച്ചു. ഏത്? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദു അദുവ്വി വഅദുവ്വക്കും എന്ന് പറയുന്ന സൂറത്തുൽ മുംതഹനയുടെ ഒന്നാമത്തെ ആയത്ത് ഓതിക്കൊണ്ട് ആ ആയത്ത് ഉൾപ്പെടുന്ന സൂറത്ത് അല്ലാഹു അവതരിപ്പിച്ചത് ഈ ഘട്ടത്തിലാകുന്നു. അപ്പൊ ആ സൂറത്ത് എന്ന് പറഞ്ഞാൽ സൂറത്തിൽ ഇതുണ്ട്, ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്, മക്കം ഫത്ഹുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്, ഹുദൈബിയ സന്ധിക്ക് ശേഷം അതിൽ അവിടെ നിന്ന് മുസ്ലിംകളുടെ അടുക്കലേക്ക് ഓടി വന്ന വിശ്വാസികളായ സ്ത്രീകളുമായി എന്ത് നിലപാട് സ്വീകരിക്കണം എന്നീ വിഷയങ്ങളുണ്ട്. അത് 10-ാമത്തെ ആയത്ത് പറയുന്നു. അപ്പോ ഈ സൂറത്ത് അവതരിക്കാൻ തന്നെയുള്ള കാരണം ഹാത്തിബ് ഇബ്നു അബീ ബൽതഅയുടെ സംഭവമാകുന്നു എന്നാണ് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിലുള്ളത്. അപ്പൊ പിന്നെ എങ്ങനെയാണ് ദുർബലമായ റിപ്പോർട്ടിലുള്ള അസ്മാഇന്റെയും ഉമ്മയുടെയും വിഷയത്തിലാണ് എന്ന് പറയുക, അതിന്റെ പിന്നാലെ പോവുക? ഇതാണോ സലഫിയത്ത്? ഇവിടെ സലഫിയത്ത്, അതാണോ സലഫിയത്ത്, ഇതാണോ സലഫിയത്ത് എന്ന് ചോദിക്കാൻ ആക്കണല്ലോ. അപ്പോ ഇതൊക്കെയാണോ സലഫിയത്ത്? ദുർബല റിപ്പോർട്ടുകൾക്ക് പിന്നാലെ പോവുക, സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യം അവിടെ ഉണ്ടായിരിക്കെ ഇനി ദുർബലതയുമല്ല വാറോലയായ ഒരു വാക്കിന്റെ പിന്നാലെ പോയിട്ടാണ് ഇസ്ലാമിന്റെ ഹുക്മ് സ്ഥാപിക്കുന്നത്. കണ്ടോ, ഒരുപാട് വിഷയങ്ങൾക്ക് ഇതിൽ പരിഹാരമുണ്ട് എന്ന് പറയാൻ പോകും. ഇനി ഇമാം ബുഖാരി പറഞ്ഞ ഈ കാര്യം ഇബ്നു കത്തീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ 8-ാം വാള്യം 105-106 പേജുകളിൽ പറഞ്ഞിട്ടുണ്ട്. കാന സബബു നുസൂലി സദ്രി ഹാദിഹി സൂറത്തിൽ കരീമ ഖിസ്സത ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ. ഈ സൂറത്തിന്റെ, അതായത് സൂറത്തുൽ മുംതഹനയുടെ ആദ്യ ഭാഗം അവതരിക്കാൻ, ഇവിടെ ആദ്യ ഭാഗം എന്ന് അവതരിക്കുക പറയാൻ കാരണം മറ്റു പല പണ്ഡിതന്മാരും ഈ 9 വരെയുള്ള ആയത്തുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. 9
ഇതിന് ശേഷമുള്ളത് ഇതുമായി ബന്ധപ്പെട്ടതാണെങ്കിലും വേറൊരു വിഷയം. അപ്പോ ഈ ആദ്യ ഭാഗത്തുള്ള ആയത്തുകൾ അവതരിച്ചത് എന്നുള്ള കാരണം ഹാത്തിബിന് അബീ ബൽതയുടെ സംഭവമാകുന്നു എന്ന് ഇബ്നു കസീർ രേഖപ്പെടുത്തുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹദീസുകൾ അദ്ദേഹം താഴെ കൊടുക്കുകയും ഇമാം അഹ്മദ് തന്റെ മുസ്നദിൽ ഉദ്ധരിച്ച ഹദീസ് നൽകിക്കൊണ്ട് അവസാനം അദ്ദേഹം പറയാണ് വസാദൽ ബുഖാരിയു ഫി കിതാബിൽ മഗാസി. ഇമാം അഹ്മദിന്റെ റിവായത്ത് കൊടുക്കുന്നു എന്നിട്ട് പറയാണ് ഇമാം അഹ്മദിന്റെ റിവായത്തിൽ ഇല്ലാത്തൊരു കാര്യം ഇവിടെ പറയാണ്. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഈ ആയത്ത് അവതരിച്ചത് ഇന്ന കാര്യത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഹാത്തിബ് നബി ബൽതയുടെ സംഭവത്തോട് ചേർത്ത് പറഞ്ഞ് അതിനെ ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ ഇമാം ബുഖാരിന്റെ ഹദീസിലുണ്ട് അത് ഇന്ന വിഷയത്തിലാണ് എന്നതിനെ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം ഇബ്നു കസീർ അവിടെ ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഈ ഒരൊറ്റ കാരണത്തിലാണ് ഈ ആയത്തിറങ്ങിയത്, അതിൽ നിന്ന് അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ നരകത്തിലാക്കാനും ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തും താക്കീത് നൽകാനും